യെസ്, വെൽക്കം ടു ദ സെക്കൻഡ് ഡേ ഇൻ തായ്ലൻഡ്. അപ്പം നമ്മൾ ഇന്നുള്ളത് നമ്മുടെ തായ്ലൻഡിലെ JC കെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. ബിക്കോസ് നമുക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഉറക്കമൊന്നും അധികം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല പോലെ ഉറങ്ങിയിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഗ്രാൻഡ് പാലസും വാട്ട് ഫു എന്ന് പറഞ്ഞ 2 ടെമ്പിളാണ് കേട്ടോ. അവിടെ പോയിട്ട് അവിടെ ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് അമ്പലം പോലെ തന്നെ ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടുള്ള കുറേ വിശ്വാസങ്ങളും അല്ലെങ്കിൽ അവരുടെ കുറേ ആചാരങ്ങളൊക്കെ ഉള്ളൊരു ടൈപ്പ് ഓഫ് ടെമ്പിളാണ്. അപ്പോൾ അവിടെ തന്നെ ഡ്രസ്സിങ് തന്നെ അവർ പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറേ ഡ്രസ്സൊന്നും അലൗഡ് അല്ല അവിടേക്ക്. നമുക്ക് അവർ ഒരു ടൈപ്പ് ഓഫ് നമ്മുടെ നാട്ടിലിപ്പം എനിക്ക് തോന്നുന്നു അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പം ഓരോ ടെമ്പിളിലും ഓരോ രീതി ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. ഫുഡൊക്കെ നമ്മൾ കഴിച്ചു കേട്ടോ. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തു, അവർ ഫുഡ് കൊണ്ടുവന്നു. ഇനി നമുക്ക് സ്ട്രെയിറ്റ് പോവാം. ഈ കാണുന്നത് എൻ്റെ ബാൽക്കണി വ്യൂ ആണ്. സാത്തോൺ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു മെജോറിറ്റി പോർഷനും നമുക്ക് ഈ ഏരിയയിലൂടെ കാണാൻ പറ്റുമായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റപ്പോഴത്തേക്കും സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടായിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയത്. നമ്മൾ റെഡിയായി താഴെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഗ്രാബ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ടു ദ ഡെസ്റ്റിനേഷൻ. നമ്മൾ ആദ്യം പോകുന്നത് ഗ്രാൻഡ് പാലസിലേക്കാണ്. ഇതിനു വേണ്ടി നമ്മൾ ഓൾറെഡി ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴത്തേക്കുള്ള റഷ് നമുക്ക് ഒഴിവാക്കാൻ പറ്റി. അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ എൻട്രൻസ് ചെറുതായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് പാലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ചരിത്രം വളരെ വലുതാണ്. തായ്ലാൻഡിലെ ബാങ്കോക്ക് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു കൊട്ടാരമാണ് ഈ പറഞ്ഞ ഗ്രാൻഡ് പാലസ്. 1782 മുതൽ കിങ്സ് ഓഫ് സിയാമിന്റെ ഒഫീഷ്യൽ വസതിയായിരുന്നു ഈ കൊട്ടാരം. 1925 വരെ കൊട്ടാരത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു അവിടുത്തെ രാജാവും രാജസദസ്സും രാജകീയ സർക്കാരും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഇവിടെ ഔദ്യോഗിക പരിപാടികൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. തായ്ലൻഡിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ പറഞ്ഞ ഗ്രാൻഡ് പാലസ്. 23,51,000 സ്ക്വയർ ഫീറ്റിലായിട്ടാണ് 4 ചുവരുകൾക്കുള്ളിലുള്ള ഈ പാലസ് ഏകദേശം ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ കാണപ്പെടുന്നത്. എന്തായാലും ഇനി സമയം കളയുന്നില്ല, നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് പാലസിന് മുൻപിലെത്തി. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ ആർക്കിടെക്ചർ എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതെ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഇവരുടെ ആർക്കിടെക്ചർ. കഴിഞ്ഞ ദിവസം ചാവഫ്രായ റിവറിലൂടെ ഒരു ക്രൂസ് നടത്തിയില്ലേ, ആ സമയത്ത് ഈ ഗ്രാൻഡ് പാലസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നൈറ്റ് വ്യൂ കൂടി ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഈ ഗ്രാൻഡ് പാലസ് ഓൾറെഡി സിറ്റുവേറ്റ് ചെയ്യുന്നത് ചാവഫ്രായ എന്ന് പറയുന്ന റിവറിന്റെ സൈഡിലായിട്ടാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ പോവാട്ടോ. ചേട്ടൻ എടുത്ത ടിക്കറ്റ്സ് ഞങ്ങൾക്ക് 3 പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരുന്നു കേട്ടോ. അകത്ത് കയറിയപ്പോൾ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സൗന്ദര്യം ആ ഒരു കൊട്ടാരത്തിനുണ്ടായിരുന്നു. നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന വാളൊക്കെ കംപ്ലീറ്റ്ലി പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിലെ ഹൈലൈറ്റഡ് പോർഷൻ എന്ന് പറയുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആണെന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഗൈഡ് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് പാലസിന്റെ ഉള്ളിലെ എല്ലാ വാൾസിലും ഈ പെയിന്റിങ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും വെറും പെയിന്റിങ് മാത്രമല്ല കേട്ടോ, ഒരു സ്റ്റോറി തന്നെയായിരുന്നു അതിന് പിന്നിലുള്ളത്. നമ്മുടെ രാമായണ കഥയിലെ ശ്രീരാമൻ ഇവരുടെ ഇവിടുത്തെ രാജാവായിരുന്നു. ശരിക്കും ഇതാദ്യം ഞങ്ങൾ കേട്ടപ്പോഴും ഞങ്ങൾക്ക് ഇതേ അത്ഭുതം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെ സഹായിക്കാനായിട്ട് ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും അതേപടി തന്നുകൊണ്ടേയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാൻഡ് പാലസ് എന്ന് പറയുന്നത് ഒരുപാട് ബിൽഡിങ്സും കോർട്ടും ഒക്കെയുള്ളൊരു സ്ഥലമാണ്. ഇതിനുള്ളിൽ പ്രധാനമായിട്ടുമുള്ളത് ദി ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധ, ദി ഔട്ടർ കോർട്ട്, മിഡിൽ കോർട്ട്, ഫ്രാ മഹാ മൊന്തീൻ ബിൽഡിങ്സ്, ഫ്രാ മഹാ ബ്രസറ്റ് ബിൽഡിങ്സ്, അല്ലാതെ തന്നെ കുറെ പബ്ലിക് ബിൽഡിങ്സ്, അങ്ങനെ കുറെ ബിൽഡിങ്സും ഹാൾസും പാവലിയൻസും ഒക്കെ ആയിട്ട് നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ശ്രീരാമനും സീതാദേവിയും രാവണനുമൊക്കെ അവരുടെ കഥയിലെ പ്രധാന പാർട്ടുകളാണ്. കഥകൾക്കിടയിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഇവരുടെ ആർക്കിടെക്ചർ ഭംഗിയാണ് കേട്ടോ. നമ്മൾ പോയ സമയത്ത് കുറേ റെനോവേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ചൂടിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എൻട്രൻസിലായിട്ട് ഉള്ളിലേക്ക് കയറുന്ന എല്ലാവർക്കും വേണ്ടി കൊടയും ഹാറ്റും ഒക്കെ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് പ്രധാനമായും പൂജയൊക്കെ നടക്കുന്നത്. അവരുടെ ഡൈറ്റിയോ ബുദ്ധനാണ്.
വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാട്ടോ ഇത്. കണ്ണിലൂടെ കാണുന്ന ഭംഗി ക്യാമറയിൽ പകർത്താൻ പറ്റില്ലല്ലോ എന്ന സങ്കടം എനിക്കുണ്ടായിരുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു പോകാം. 6 മെയ് 1782 ചാഗ്രി ഡൈനാസ്റ്റി ഫൗണ്ടറായ രാമയുടെ നിർദ്ദേശപ്രകാരം ഈ ഗ്രാൻഡ് പാലസ് കൺസ്ട്രക്ട് ചെയ്തത്. അങ്ങനെ തോൻപുരി എന്ന പ്ലേസിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ക്യാപിറ്റൽ സിറ്റി മൂവ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാൻഡ് പാലസിൽ കിങ്ങും അവരുടെ കോർട്ടും റോയൽ ഗവൺമെന്റും ഒക്കെ ഇവിടെയാണ് ഗ്രൗണ്ട് ചെയ്തിരുന്നത്. എന്നാൽ 1925 ആയപ്പോഴത്തേക്കും ഇവരെല്ലാം കംപ്ലീറ്റ്ലി അവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും പലതരത്തിലുള്ള ഒഫീഷ്യൽ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ട് തന്നെ ആയിരുന്നു. അങ്ങനെ എല്ലാവരെയും പോലെ ഞങ്ങളും പ്രെയർ ഹാളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ ബിൽഡിംഗ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു എന്ന്. അതിന് കാരണം എന്താണെന്നറിയോ? നിങ്ങളും കേട്ടില്ലേ, ഞങ്ങൾ ചെന്ന സമയത്ത് ചെറുതായിട്ട് മഴക്കാറുണ്ടായിരുന്നു. മഴയ്ക്ക് മുൻപ് ആദ്യം വന്നത് കാറ്റായതുകൊണ്ട് തന്നെ മണിക്കിലുക്കം കേട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഗ്രാൻഡ് പാലസിന്റെ മറ്റൊരു സൈഡിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ദി ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധ. ഇവിടെയാണ് ഹിസ്റ്റോറിക്കൽ സെന്റർ ഓഫ് ബാങ്കോക്ക് എന്നറിയപ്പെടുന്നത്. പണ്ട് കാലങ്ങളിൽ ഇവർ ഉപയോഗിച്ചു പോന്നിരുന്ന പാൻസേഴ്സ് ആണ് അവർ പുറത്തായിട്ട് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. എമറാൾഡ് ടെമ്പിളിന്റെ ഉള്ളിലേക്ക് ക്യാമറാസ് ഒന്നും അലൗഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ളിലുള്ള കാഴ്ചകളൊന്നും എന്നെ കൊണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാലസിന്റെ ഉള്ളിലൂടെ കുറേ നേരം ഞങ്ങൾ നടന്നു കേട്ടോ. ഈവനിങ് ടൈം ആയപ്പോഴത്തേക്കും നല്ലപോലെ ചൂട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒപ്പം വെയിലും. മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഇവിടെയാണ് റെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കുറേ നേരം ചെലവഴിച്ചിട്ട് തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നിട്ട് സ്ഥിരമായി യൂസ് ചെയ്തൊരു ആപ്പാണ് ഗ്രാബ്. തായ്ലൻഡിൽ വന്നാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്, ഒന്ന് ഗ്രാബ് അല്ലെങ്കിൽ ബോൾട്ട്. ഞങ്ങൾ മോസ്റ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രാബ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലെത്തി. ഈ കാണുന്ന വ്യൂ എന്താണെന്നറിയോ? ഞാൻ അന്ന് പറഞ്ഞില്ലേ, വേൾഡ്സ് ലാർജസ്റ്റ് ഗ്ലാസ് ബിൽഡിംഗ് ആയിട്ടുള്ള മഹാനുകോൺ സ്കൈ വാക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ നിന്ന് നമുക്കുണ്ടായിരുന്ന ഒരു വ്യൂ ഇതായിരുന്നു കേട്ടോ. അത് നൈറ്റും കൂടി ആയപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇന്നത്തെ മെയിൻ പ്ലാൻസ് ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പ്ലാൻസ് ഉണ്ട്. അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ രാത്രിയായി ടൈം. അപ്പോൾ നമ്മൾ താമസിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, JC കെവിൻ എന്ന് പറയുന്ന ഹോട്ടലിലെ പൂളിലേക്ക് ഒന്ന് പോകണം. അത് മാത്രമല്ല ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് പോകണം എന്നുണ്ട്. അത് ഏറ്റവും ടോപ്പിലാണ് ഉള്ളത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ബിക്കോസ് അവിടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് ഫുൾ വ്യൂ കിട്ടും. നമ്മുടെ ബാങ്കോക്കിൻ്റെ തന്നെ ഒരു കംപ്ലീറ്റ് വ്യൂ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം എന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പോകാല്ലേ. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹോട്ടലിൻ്റെ തന്നെ 30th ഫ്ലോറിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. സാത്തോൺ ഡിസ്ട്രിക്റ്റിൻ്റെ പകുതി ഭാഗവും കണ്ടുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരടിപൊളി സ്ഥലം. യെസ്, അങ്ങനെ 30th ഫ്ലോർ എത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ കംപ്ലീറ്റ് ഒരു സെലിബ്രേഷൻ മോഡിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് ബുക്ക് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. 4 സൈഡും വാൾസ് കംപ്ലീറ്റ്ലി ഗ്ലാസ് കൊണ്ടതാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വ്യൂ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഓൾറെഡി തന്നെ ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാട്ടോ. ഈ ഗ്ലാസ് വോൾസ് പോലെ തന്നെ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് വ്യൂ ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. റെസ്റ്റോറൻറ്റിൽ നിന്ന് ജ്യൂസും മോക്ടെയിലൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ പൂളിലേക്കാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ പേര് നല്ല ആക്റ്റീവായിട്ട്
ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് അവിടെ എല്ലായിടവും കറങ്ങി നടന്ന് കണ്ടു. പൂളിൻ്റെ സൈഡിലായിട്ട് തന്നെ വേറൊരു ഹോട്ടലും സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തോ കഴിക്കാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ കണ്ടു നടന്നപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്തത്, നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന JC കെവിൻ ഹോട്ടൽ ഞങ്ങൾ ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഹോട്ടൽ. എന്തായാലും തായ്ലൻഡിലേക്ക് വരുന്നവർക്ക് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, നമ്മളിപ്പം പൂളിലേക്ക് വന്നു. പൂളിൽ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ആക്ടിവിറ്റീസൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ ജസ്റ്റ് കാണാൻ വിചാരിച്ചു, അങ്ങനെ വിചാരിച്ച് വന്നതാണ്. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റും ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു റിസർവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളും ഒരെണ്ണം റിസർവ് ചെയ്തിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. തായ്ലൻഡിൻ്റെ അടുത്ത വിശേഷങ്ങളുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.